MNMCL MSc ഫിസിക്സിലെ ചില സെലക്റ്റഡ് ടോപ്പിക്സ് ഇന്ന് മുതൽ ഒക്കേഷണലായിട്ട് ചർച്ച ചെയ്ത് തുടങ്ങും. ആദ്യം മാത്തമാറ്റിക്കൽ ഫിസിക്സ്, അതിലെ ചില അത്യാവശ്യമുള്ള ചില കാര്യങ്ങൾ കൂടുതലും കോൺസെപ്റ്റുവലായിട്ട് അവതരിപ്പിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. ലോങ് ഡെറിവേഷൻസ് ഈ പോസിങ്ങിൽ കൂടെ ബുദ്ധിമുട്ടായതുകൊണ്ട് എങ്കിലും അതിനാവശ്യമുള്ള സാമഗ്രികളൊക്കെ ഞാൻ പ്രസൻറ്റ് ചെയ്യും. അപ്പോൾ ആദ്യം മാത്തമാറ്റിക്കൽ ഫിസിക്സ്, അതിൽ തന്നെ ഫ്യൂരിയർ അനാലിസിസ്, അതാണ് ഒന്ന് രണ്ട് പോസ്റ്റുകളിൽ വരിക. വളരെ അർത്ഥവത്തായ ഒരു ചൊല്ലുണ്ട്, ഒരു ബാലന, രണ്ട് ബാലന്മാർ അരബാലന, മൂന്ന് ബാലന്മാർ ബാലനേ അല്ല. നോർത്ത് അമേരിക്കൻ കോണ്ടിനെൻറ്റിൽ ഒരു ജനവിഭാഗത്തിനിടയ്ക്കുള്ള ഒരു ചൊല്ലായത്, പഴഞ്ചൊല്ല. ഒരു ബാലൻ, അവൻ്റെ സൈക്കോളജി ഏതാണ്ട് വെൽ ഡിഫൈൻഡാ, നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യാം. പക്ഷെ രണ്ട് ബാലന്മാർ ചേർന്നാൽ ആ ബാലൻ്റെ സ്വഭാവം കുറേ നഷ്ടപ്പെടും. മൂന്ന് ബാലന്മാർ ചേർന്നാൽ ആ സൈക്കോളജി വളരെ കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആവും. പല സിംപ്ലിസിറ്റികൾ ചേർന്നാൽ അത് ഒരു കോംപ്ലക്സിറ്റി ഉണ്ടാവാം, സങ്കീർണമാകും പ്രശ്നം. തിരിച്ചും വരാം, പല കോംപ്ലക്സിറ്റീസ് ചേർന്ന് സിമ്പിളായിട്ട് മാറാം, സിംപ്ലിസിറ്റി ക്രിയേറ്റ് ചെയ്യാം. ഇവിടെയാണ് ഫ്യൂരിയർ അനാലിസിസിൻ്റെ പ്രസക്തി. ഫ്യൂരിയർ അനാലിസിസ് വളരെ ഹെൽപ്ഫുള്ളാണ്, പ്രത്യേകിച്ച് തിയറി ഓഫ് സൗണ്ട്, ഹീറ്റ് കണ്ടക്ഷൻ, മെക്കാനിക്കൽ വൈബ്രേഷൻസ്, ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ്, കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം, ഇവിടെ എല്ലാം ഫ്യൂരിയർ അനാലിസിസിന് വളരെ പ്രാധാന്യമുണ്ട്. ഫെയ്ൻമാൻ ആണെന്ന് തോന്നുന്നു, അദ്ദേഹം ക്വാണ്ടം മെക്കാനിക്സിലൊക്കെ വളരെ കോൺട്രിബ്യൂഷൻസ് നടത്തിയിട്ടുള്ള ഒരു ഫിസിസിസ്റ്റാണ്. അദ്ദേഹം ഫ്യൂരിയർ അനാലിസിസിനെ പറ്റി വളരെ രസകരമായിട്ട് പറഞ്ഞിട്ടുണ്ട്. റെസിപ്പി അറിയാമെങ്കിൽ കേക്ക് ഉണ്ടാക്കാം. കേക്കിൻ്റെ റെസിപ്പി എന്തൊക്കെ ചേർക്കണം, എങ്ങനെയാണ്, ഏതൊക്കെ ഘടകങ്ങളാണ് ചേർന്ന് കേക്ക് ഉണ്ടാക്കേണ്ടത്, ആ റെസിപ്പി അറിയാമെങ്കിൽ നമുക്ക് കേക്ക് ഉണ്ടാക്കാം. അതൊരു സിന്തസിസ് എന്നതിന് പറയാം മാത്തമാറ്റിക്കൽ ലാംഗ്വേജിൽ. നേരെ മറിച്ച് ഒരു കേക്ക് തന്നിട്ട് അതിൻ്റെ റെസിപ്പി ഫോം ചെയ്യുക, റെസിപ്പി എഴുതാൻ പറയുക. കേക്ക് തിന്നിട്ടോ കേക്ക് നമ്മുടെ കയ്യിലോട്ട് തന്നിട്ട് അതിൻ്റെ റെസിപ്പി എഴുതാൻ പറയുക. ആ പ്രക്രിയയാണ് അനാലിസിസ്. അതാണ് ഫ്യൂരിയർ അനാലിസിസിൻ്റെ രത്നച്ചുരുക്കം. കേക്ക് തന്നിട്ട് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ചില പ്രത്യേക ഫങ്ഷൻസ്, അത് അതിനുള്ള കണ്ടീഷൻസൊക്കെ നമ്മൾ അടുത്ത പോസ്റ്റിങ് വരും, ഡിറിച്ലെറ്റ്സ് കണ്ടീഷൻസ്. ചില ഫങ്ഷൻസ് അതൊരു ഇൻ്റർവെല്ലിൽ ഡിഫറൻഷ്യബിളാണ്. ഡിഫറൻഷ്യബിൾ എന്ന് പറയുമ്പോൾ കണ്ടിന്യൂവസ് ഫങ്ഷനാണ്. ഫസ്റ്റ് ഡെറിവേറ്റീവ് ഗ്രാജ്വലായിട്ട് മാറും. പോയിൻ്റ് ബൈ പോയിൻ്റ് കണ്ടിന്യൂറ്റി ഉള്ള ഫങ്ഷൻ, അത് ഒരു ലിമിറ്റിനുള്ളിലാണ് ഇതിൻ്റെ ഈ ഫങ്ഷൻ വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ളത്. ഇപ്പോൾ -π to +π, അല്ലെ -L to +L ആൻഡ് സോ ഓൺ. അങ്ങനെയുള്ള ഫങ്ഷൻസിനെ നമുക്ക് ട്രിഗ്നോമെട്രിക് സീരീസ് ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യാം. ഇപ്പോൾ f(x) എന്ന് പറയുന്ന ഒരു ഫങ്ഷൻ, അത് സിമ്പിളാവാം. അങ്ങനെയെങ്കിൽ ആ ഫങ്ഷൻ കയ്യിലോട്ട് കിട്ടിയാൽ ഏതൊക്കെ ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസ് ചേർന്നിട്ടാണ് ഇത് ഫോം ചെയ്തിരിക്കുന്നത്,
അല്ലെങ്കിൽ ഈ തന്നിരിക്കുന്ന ഫംഗ്ഷൻ്റെ ഘടകങ്ങളെ കണ്ടുപിടിക്കുക. അതാണ് ഫ്യൂരിയർ അനാലിസിസിൻ്റെ രത്ന ചുരുക്കം. അപ്പോൾ അത് നമുക്കൊന്ന് കാണാം. ഇവിടെ ഇപ്പോൾ -π to +π ഒരു ഫംഗ്ഷൻ, ഇതിപ്പോൾ ഒരു സ്ട്രെയിറ്റ് ലൈനാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ y = x എന്നോ, അതായത് fx = x എന്നിരിക്കണം. ഇത് -π-ക്കും +π-ക്കും ഇടയ്ക്ക് വെൽ ഡിഫൈൻഡാണ്. അതുപോലെ ഇവിടെ ഇപ്പോൾ π to 3π ആൻഡ് സോ ഓൺ. ഇപ്പം ഇതുപോലെ ഇപ്പോൾ ടു പൈ എന്ന് പറയുന്ന ഇൻ്റർവെൽ ഇത് വെൽ ഡിഫൈൻഡാണ്. ഇതിനെ നമുക്ക് ട്രിഗ്നോമെട്രിക് സീരീസ് ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യാം. പല ഫ്രീക്വൻസിയുള്ള സൈൻ ഫംഗ്ഷനും കോസ് ഫംഗ്ഷൻ്റെയും കൂടെ ആകെത്തുകയാണ് ഈ ഓരോ ഫംഗ്ഷനും. അപ്പോൾ അതായത് ഇപ്പോൾ ഇവിടെ എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ 0 to π ഇതിൻ്റെ ഒരു ഭാഗം കാണിച്ചിരിക്കുക. ഇത് ഒരു സൈൻ കർവിൻ്റെ ഹാഫ്, മറ്റൊരു സൈൻ കർവ്, മറ്റൊരു സൈൻ കർവ്, അല്ല കോസ് കർവ് ആൻഡ് സോ ഓൺ. ഇങ്ങനെ ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് കമ്പോണൻസ് ചേർത്ത് കഴിഞ്ഞാൽ, സം ചെയ്ത് കഴിഞ്ഞാൽ ഈ ലൈൻ, സ്ട്രെയിറ്റ് ലൈൻ കിട്ടും. അപ്പോൾ ഇത് ഏറ്റവും കുറഞ്ഞ ഫ്രീക്വൻസി അതിൻ്റെ ഇൻറ്റീജർ മൾട്ടിപ്പിൾസ് ആയിട്ട് വരുന്ന ഹാർമോണിക്സ് എന്നാണ് പറയുക. ഏറ്റവും കുറഞ്ഞ ഫ്രീക്വൻസിക്ക് ഫണ്ടമെൻ്റൽ എന്ന് പറയും, അതിൻ്റെ ഇൻറ്റീജർ മൾട്ടിപ്പിൾസിനെല്ലാം ഹാർമോണിക്സ് എന്നാണ് പറയുക. അപ്പോൾ ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് ഹാർമോണിക്സ് ചേർന്ന് കഴിഞ്ഞാൽ ഒരു സിമ്പിൾ ഫങ്ഷനായിട്ട് മാറുക. അപ്പോൾ ഇവിടെ ഇപ്പോൾ fx എന്ന് പറയുന്നതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം. fx = a0/2 + a1 cos x + a2 cos 2x + a3 cos 3x + etc. + b1 sin x + b2 sin 2x + b3 sin 3x + etc. അപ്പോൾ സിഗ്മ സമ്മേഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ fx = a0/2 + സിഗ്മ n = 1 to infinity of an cos nx + bn sin nx. ഇപ്പോൾ ഇതൊരു ട്രിഗ്നോമെട്രിക് സീരീസാണ്. ഇവിടെ a0 എന്ന് പറഞ്ഞാൽ ഒരു കോൺസ്റ്റൻറ്റ് ആണ്. അത് 0 ആകാം, നോൺ 0 ആകാം. an bn എന്ന് പറഞ്ഞാൽ കോഎഫിഷ്യൻസാണ്, എക്സ്പാൻഷൻ കോഎഫിഷ്യൻസാണ്. ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കുറഞ്ഞു വരും എന്ന് പറഞ്ഞാൽ എങ്കിലേ ഫങ്ഷൻ ആ സീരീസ് കൺവേർജിങ് സീരീസ് ആവുകയുള്ളൂ, നമുക്കൊരു സം കിട്ടുകയുള്ളൂ. അപ്പോൾ ചുരുക്കത്തിൽ ഈ കോസ് ഫങ്ഷനും സൈൻ ഫങ്ഷൻസിൻ്റെ എല്ലാം കൂടെ സമ്മാണ് fx. അപ്പോൾ ചുരുക്കത്തിൽ fx എന്ന് പറയുന്നതിൻ്റെ റെസിപ്പി ആണ് a0/2, a1 cos x, a2 cos x, b1 sin x, b2 sin 2x etc. ഇതിനെ നമ്മൾ ഫ്യൂരിയർ സീരീസ് എന്ന് വിളിക്കുക. അപ്പോൾ fx തന്നിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഘടകങ്ങളായിട്ടുള്ള ഈ എലമെൻറ്റ്സ് ഈ ഫങ്ഷൻസ് ഏതൊക്കെ എന്ന് കണ്ടുപിടിക്കുന്ന ടെക്നിക്കാണ് ഫ്യൂരിയർ അനാലിസിസ് എന്ന് പറയുക. ഇവിടെ നമുക്ക് ഇത് ഇക്വേഷൻ വേണമെന്നിരിക്കട്ടെ. നമുക്കറിയാം ഇൻറ്റഗ്രൽ -π to +π ഓഫ് cos nx dx 0 അത് നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാം. എന്നിന് ഏതെങ്കിലും വാല്യൂ ഇട്ടുകൊണ്ടോ അല്ലെ എന്നെന്ന് തന്നെ ഇട്ടുകൊണ്ടോ ഇൻ്റഗ്രേറ്റ് ചെയ്ത് ലിമിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ 0 എന്ന് കിട്ടും. ഇതുപോലെ ഇൻറ്റഗ്രൽ -π to +π sin nx dx that is also 0 where n = 1 2 3 4 etc. ഇനി നമ്മൾ ഈ തന്നിരിക്കുന്ന ഫങ്ഷനെ ഒന്ന് ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നു ഈ ഫ്യൂരിയർ കോഎഫിഷ്യൻസ് കാണാൻ വേണ്ടി.
ഇതിനെ അങ്ങ് ഡയറക്റ്റായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഇൻ്റഗ്രൽ വിതിൻ ദി ഇൻ്റർവെൽ -π to +π ഓഫ് fx dx എന്ന് പറയുമ്പോൾ ഇൻ്റഗ്രൽ a0/2 dx പ്ലസ് a1 cos x dx പ്ലസ് എക്സെട്ര b1 sin x dx പ്ലസ് എക്സെട്ര. അതിൽ കോസിൻ്റെയും സൈനിൻ്റെയും ഇതിൻ്റെ എല്ലാം ഇൻ്റഗ്രൽ വിതിൻ ദി ലിമിറ്റ്സ് -π to +π അങ്ങ് 0 ആകും. അപ്പോൾ നമുക്ക് കിട്ടുന്നത് ഇൻ്റഗ്രൽ -π to +π ഓഫ് fx dx എന്ന് പറഞ്ഞാൽ a0/2 ഇൻറ്റു ഇൻ്റഗ്രൽ -π to +π ഓഫ് dx പ്ലസ് ബാക്കിയെല്ലാം സൈനും കോസും ടേംസാ അതിൻ്റെ എല്ലാം ഇൻ്റഗ്രൽ ഈ ലിമിറ്റിനകത്ത് 0 ഇൻ്റഗ്രൽ dx within the limits -π to +π is 2π. So this is a0/2 into 2π or a0π, from which the first constant factor നമുക്ക് കിട്ടും, from which a0 equals 1/π into integral -π to +π of fx dx. അപ്പോൾ a0 കിട്ടി. അപ്പോൾ fx തന്നു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ഈ സീരീസ് ഫോം ചെയ്യണമെങ്കിൽ ഈ കോഎഫിഷ്യൻസ് എല്ലാം കണ്ടുപിടിക്കണം. അപ്പോൾ ഇതിൽ a0 കണ്ടുപിടിച്ചു. ആ ഫംഗ്ഷനെ വെറുതെ അങ്ങ് തന്നിരിക്കുന്ന ഫംഗ്ഷനെ വെറുതെ അങ്ങ് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി വിതിൻ ദി ഗിവൺ ലിമിറ്റ്സ്. ഇനി ഇക്വേഷൻ 1നെ cos nx കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇതിനെ cos nx കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. cos nx കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ a0/2 ഇൻറ്റു cos nx അതിനെ ഈ ലിമിറ്റിനുള്ളിലിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 0 എന്നായി പോകും. പിന്നെ വരുന്നത് cos 1x ഇൻറ്റു cos nx പ്ലസ് sin nx ഇൻറ്റു cos nx പ്ലസ് എക്സെട്ര. അപ്പോൾ ഫസ്റ്റ് cos x ഇൻറ്റു എന്നിന് 1 2 3 4 എടുക്കുക. പക്ഷേ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്ന കോസ് ടേം അവിടെ എന്നിനൊരു ഫിക്സഡ് വാല്യൂ ആയിരുന്നു. അപ്പോൾ കോസ് ഫസ്റ്റ് ടേം വരുന്നത് ഇവിടെ cos x ഇൻറ്റു cos nx പ്ലസ് cos 2x ഇൻറ്റു cos nx എക്സെട്ര. ഒരു ടേം വരുന്നത് cos സ്ക്വയർ nx എന്ന് വരും. cos nx ഇൻറ്റു cos nx cos സ്ക്വയർ. ഇവിടെ വരുന്നതെല്ലാം സൈനിൻ്റെയും കോസിൻ്റെയും പ്രോഡക്റ്റാണ്. സൈനിൻ്റെയും കോസിൻ്റെയും പ്രോഡക്റ്റ് എടുക്കുമ്പോൾ എടുത്ത് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ -π to +π അങ്ങ് 0 സൈൻ കോസ് പ്രോഡക്റ്റിൻ്റെ ഇൻ്റഗ്രൽ വിതിൻ ദി ലിമിറ്റ്സ് -π to +π ഈസ് 0. സൈൻ nxൻ്റെ ഇൻ്റഗ്രൽ ഈ ലിമിറ്റിനിടയ്ക്ക് cos nxൻ്റെ 0 വരും. ഇപ്പോൾ ഫസ്റ്റ് a0/2ൻ്റെ കൂടെ cos nx വരുന്നത് കൊണ്ട് അത് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 0 ആകും. ചുരുക്കത്തിൽ ഇൻ്റഗ്രൽ അപ്പോൾ സീരീസ് 1നെ ഇക്വേഷൻ 1നെ cos nx കൊണ്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഇൻ്റഗ്രൽ -π to +π ഓഫ് fx cos nx dx ഈക്വൽസ് an ഇൻറ്റു cos സ്ക്വയർ nx dx വിതിൻ ദി ലിമിറ്റ്സ് -π to +π. ബാക്കി എല്ലാ ടേംസും അങ്ങ് 0 ആകും. അത് നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാനുള്ളതേ ഉള്ളൂ. cos ഇൻറ്റു cos 2x cos ഇൻറ്റു cos 3x ആൻഡ് സോ ഓൺ അതെല്ലാം 0 ആകും ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ. പക്ഷേ cos സ്ക്വയർ ഒരു ടേം വരും. ബാക്കി സൈനിൻ്റെ bnൻ്റെ കൂടെ വരുന്നത് സൈൻ ഇൻറ്റു കോസ് എന്ന് വരും. അതിൻ്റെ ഇൻ്റഗ്രൽ ഈ ലിമിറ്റിനകത്ത് 0 അപ്പോൾ ഈ ഒരു ടേം ഇങ്ങനെ കിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ ഇൻ്റഗ്രൽ an ഇൻറ്റു ഇൻ്റഗ്രൽ cos സ്ക്വയർ nx dx വിതിൻ ദി ലിമിറ്റ്സ് -π to +π എന്ന് പറഞ്ഞാൽ പൈ കിട്ടും. യു ക്യാൻ ഡു ഇറ്റ് യുവർ സെൽഫ്. ചുരുക്കത്തിൽ ഇവിടുന്ന് an കിട്ടും. an ഈക്വൽസ് 1/π ഇൻറ്റു ഇൻ്റഗ്രൽ -π to +π ഓഫ് fx cos nx dx. അപ്പോൾ a0 കിട്ടി, an കിട്ടി. ഇനി bn കാണണമെങ്കിൽ ഇക്വേഷൻ 1നെ sin nx കൊണ്ട് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്ത് sin nx കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഇതേ റിസൾട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ sin nxൽ ഒരു സൈൻ സ്ക്വയർ ടേം വരത്തുള്ളൂ. ബാക്കിയെല്ലാം സൈൻ ടേം പ്രോഡക്റ്റ് sin x ഇൻറ്റു sin nx sin 2x ഇൻറ്റു sin x nx ആൻഡ് സോ ഓൺ അതെല്ലാം 0 വരും വിതിൻ ദീസ് ലിമിറ്റ്സ്. മറ്റേത് കോസ് ഇൻറ്റു സൈൻ എന്ന് വരും. കോസ് an കൂടെ വരും. അതെല്ലാം 0
അപ്പോൾ ഇവിടെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പം ഇൻറ്റഗ്രൽ മൈനസ് പൈ ടു പ്ലസ് പൈ ഓഫ് എഫ് എക്സ് സൈൻ എൻ എക്സ് ഡി എക്സ് ഈക്വൽസ് ബി എൻ ഇൻറ്റു ഒരു സൈൻ സ്ക്വയർ ടൈം വരും, അതിൻ്റെ ഇൻ്റഗ്രൽ പൈ എന്ന് വരും, കോസിന് കിട്ടിയ പോലെ. ഫ്രം വിച്ച് ബി എൻ ഈക്വൽസ് 1/π ഇൻറ്റു ഇൻറ്റഗ്രൽ മൈനസ് പൈ ടു പ്ലസ് പൈ ഓഫ് എഫ് എക്സ് സൈൻ എൻ എക്സ് ഡി എക്സ്. അപ്പോൾ നമുക്ക് ഫങ്ഷൻ എഫ് എക്സ് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ സീരീസ് ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യാം. റെപ്രസെൻ്റ് ചെയ്യണമെങ്കിൽ A0, AN, BN ഇതെല്ലാം അറിഞ്ഞിരിക്കണം. ഇത് കണ്ടുപിടിക്കാനുള്ള ഇതിനെ ഫോർമുലകളാണ് നമ്മളിപ്പോൾ കണ്ടത്. അതിനെ എയ്ലേഴ്സ് ഫോർമുല എന്നാണ് പറയുക. അപ്പോൾ എഫ് എക്സ് അപ്പോൾ ഒരു പ്രത്യേക ഇൻ്റർവെല്ലിൽ വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ളൊരു ഫങ്ഷൻ എഫ് എക്സ് നമുക്ക് തന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഘടകങ്ങൾ ഏതെല്ലാം കൂടെ ചേർന്നിട്ടാണ് ഈ ഫങ്ഷൻ ഫോം ചെയ്തത് എന്ന് കണ്ടുപിടിക്കുന്നതിന് നമുക്ക് ഫ്യൂരിയർ സീരീസ് എഴുതുമ്പോൾ അതിനകത്ത് A0 വരുന്നുണ്ട്, AN എന്ന് പറഞ്ഞാൽ A1, A2, A3 എക്സെട്ര, BN വരുന്നുണ്ട്. ഈ 3 കോൺസ്റ്റൻസും കോഎഫിഷ്യൻസും കണ്ടുപിടിക്കാനുള്ള ടെക്നിക്കാണ് ഇപ്പോൾ പറഞ്ഞത്. അത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ എഫ് എക്സിനെ ഈ ട്രിഗ്നോമെട്രിക് സീരീസായിട്ട് അല്ലെ ഫ്യൂരിയർ സീരീസായിട്ട് എക്സ്പാൻഡ് ചെയ്യാം. ഈ പ്രോസസ്സിന് ഫ്യൂരിയർ അനാലിസിസ് എന്ന് പറയുക. അപ്പോൾ തന്നിരിക്കുന്ന ഒരു ഫങ്ഷൻ ഏതെല്ലാം സൈൻ കോസ് ഫങ്ഷൻസ് ചേർന്നാണ് ഫോം ചെയ്തിട്ടുള്ളത് എന്ന് കണ്ടുപിടിക്കുക. ഇനി ഇതിനുള്ള കണ്ടീഷൻസ്, ചില സെലക്റ്റഡ് കുറച്ച് മോഡൽ പ്രോബ്ലംസ്, ഇതെല്ലാം കാണാം അടുത്ത പോസ്റ്റിങ്സ്. താങ്ക് യു.